അടുത്ത ആഴ്ച പുതിയ മോഡൽ കാറ് വരുന്നുണ്ട്. 18 lakhs കാറ് 16 lakhs ഞാൻ വാങ്ങിത്തരാമെന്ന് ശ്രുതി വർഷയോടും ശ്രീകാന്തിനോടും കള്ളം പറയുവാണ്. അത് വിശ്വസിച്ച് ശ്രീകാന്തും വർഷയും കാറ് വാങ്ങാതെ ഷോറൂമിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛൻ എന്താ ഇത്രയും നാളായിട്ട് മലേഷ്യയിൽ നിന്ന് വരാത്തത്? അങ്ങനെ സച്ചി വന്ന് ചോദിക്കുമ്പോൾ, മോളെ ശ്രുതി, സച്ചി ചോദിച്ചത് കേട്ടില്ലേ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, ഇതുവരെ നിന്റെ അച്ഛൻ ഇവിടേക്ക് വന്നതുമില്ല, ഒരു ഫോൺ പോലും വിളിച്ചിട്ടില്ല. ഇനി എത്ര നാള് ഇങ്ങനെ പോവും എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ അച്ഛൻ ബിസിനസിന്റെ ആവശ്യത്തിനായി ടൂറ് പോയിരിക്കും അങ്കിൾ. അങ്ങനെ ശ്രുതി പറയുമ്പോൾ, എവിടെയായാലും ഒരു ദിവസം ഇവിടേക്ക് വരുമല്ലോ, അതെന്തിനാ സച്ചി ചോദിക്കുന്നേ എന്ന് പറയുവാണ് ചന്ദ്രമതി. അമ്മേ, നല്ല മസാലയുടെ മണം വരുന്നില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, എടാ ശ്രുതി, പട്ടിയെപ്പോലെ മണം പിടിക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിലേ പോലീസിൽ നായയുടെ ജോലി ചെയ്യടാ. കറക്റ്റായി കണ്ടുപിടിച്ചല്ലോ നീ, മസാല തന്നെയാണ്. ഞാൻ തന്തൂരി ചിക്കനാ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, നിനക്ക് വേണ്ടിയൊന്നുമല്ല. ഇതെന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിയിട്ട് വന്നത്. രേവതി, നീ ഇത് കണ്ടില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കനാ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഇത് വന്ന് കഴിക്ക്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്തിനാ ഇപ്പോ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നേ എന്ന് രേവതി ചോദിക്കുമ്പോൾ, എന്തിനെന്നോ, നിനക്ക് ഇഷ്ടമല്ലേ, അതുകൊണ്ടാ വാങ്ങിയിട്ട് വന്നേ. അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ്. എന്താ ഇതെല്ലാം പുതിയ രീതി, പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്നേ, അത് ഒരാൾക്ക് മാത്രം? അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ, വേറെന്താ അച്ഛാ ഞാൻ ചെയ്യേണ്ടേ? ഈ വീട്ടിലുള്ളവർക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഓട്ടുകാലി അവന്റെ ഭാര്യക്ക് മീൻകറി വെച്ച് കൊടുക്കാൻ രേവതി തന്നെ വേണം. രണ്ടാമത്തെ ഓട്ടുകാലിയുടെ ഭാര്യക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അച്ഛന്റെ ഭാര്യക്ക് സാമ്പാർ വെച്ച് കൊടുത്തില്ലേ? എന്നാ അവൾക്ക് എന്താ വേണ്ടതെന്ന് ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ അച്ഛാ. എന്റെ ഭാര്യക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ തന്നെയല്ലേ അച്ഛാ ചോദിച്ചറിയേണ്ടത്. അതാ അവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ തന്തൂരി വാങ്ങിച്ചുകൊണ്ട് വന്നത്. രേവതി വാ, നമുക്ക് പോവാം എന്നു പറഞ്ഞ് സച്ചി റൂമിലേക്ക് നടക്കുവാണ്. എനിക്ക് എന്തിനാ ഇതൊക്കെ, ഞാൻ നിങ്ങളോട് ഇതൊന്നും ചോദിച്ചില്ലല്ലോ എന്നു പറഞ്ഞു നിൽക്കുവാണ് രേവതി. അച്ഛാ, ഇത് കേട്ടില്ലേ? ഒരു ഭാര്യക്ക് പിടിച്ചത് ഭർത്താവ് ചോദിക്കാതെ വാങ്ങിച്ചു കൊടുക്കണം, അതല്ലേ കറക്റ്റ് അച്ഛാ എന്ന് സച്ചി ചോദിക്കുമ്പോ, കറക്റ്റാണ് മോനെ നീ പറഞ്ഞത് എന്ന് അച്ഛൻ മറുപടി കൊടുക്കുവാണ്. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ രേവതി, നീ അകത്തേക്ക് വാ, കഥകൊക്കെ അടക്കുന്നതാ നല്ലത്. ഇത് തന്നെ ചിലര് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? കഴിച്ചുടൻ നിനക്ക് ഒഴിഞ്ഞിടണം, എല്ലാവരുടെയും കണ്ണ് ഇതിനു മേലെ തന്നെയാണ്. നീ വാ രേവതി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രേവതിയുടെ കൈ പിടിച്ച് റൂമിലേക്ക് പോവാണ് സച്ചി. വർഷ എഴുന്നേറ്റ് വന്ന്, ആന്റി, രേവതി ഏട്ടത്തിക്ക് വേണ്ടത് അവരുണ്ടാക്കി കഴിക്കേണ്ടതല്ലേ, എന്തിനാ നമ്മൾ അവരെ കെയർ ചെയ്യാത്തതുപോലെ സച്ചിയേട്ടൻ സംസാരിച്ചിട്ട് പോയത് എന്ന് ചോദിക്കുവാണ്. അവന്റെ കാര്യം വീടുമോളെ, അവൻ ഇങ്ങനെയാണ്. പുതിയതായി അവന് സ്നേഹം വരും, 4 നാളുണ്ടാവും. 5ാമത്തെ നാള് മോള് കണ്ടോ? മോള് പോയി ഫ്രഷപ്പ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവരെ പറഞ്ഞയക്കുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടില്ലേ, അവൻ എന്തു പണിയാ ചെയ്തതെന്ന്? അങ്ങനെ ചന്ദ്ര പറയുമ്പോ, അവന്റെ ഭാര്യയുടെ മേൽ അവന് സ്നേഹമുണ്ടായി, അതിന് നിനക്കെന്താടി പ്രശ്നം? നീ രേവതിയെ കൊണ്ട് ഇത്രയും പണി ചെയ്യിപ്പിച്ചില്ലേ, അതവന് കഷ്ടായിട്ട് തോന്നിക്കാണും, അതാ ഇത്രയും പറഞ്ഞിട്ട് പോയത്. എന്തായാലും അവന് രേവതിയോടുള്ള സ്നേഹം കണ്ടിട്ട് എനിക്ക് സന്തോഷായി ചന്ദ്രേ എന്ന് പറയുവാണ് അച്ഛൻ. സച്ചിയാണെങ്കിൽ രേവതിയോട് മുറിയിലിരുന്ന് ഇതെല്ലാം കഴിക്കാൻ ആവശ്യപ്പെടുവാണ്. എന്തിനാ സച്ചേട്ടാ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നേ, ഞാൻ ചോദിച്ചോ എന്ന് രേവതി പറയുമ്പോ, നീ ചോദിച്ചിട്ടാണോ എല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നേ? നീ ഇടയ്ക്കിടെ എനിക്ക് മീൻകറി ഉണ്ടാക്കി തരാറില്ലേ, അത് ഞാൻ ചോദിച്ചിട്ടാണോ നീ ഉണ്ടാക്കുന്നേ? അതുപോലെയാണ് ഇതും എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുവാണ്. ഇപ്പൊ ഈ റൂമിലിരുന്ന് കഴിക്കുന്നത് ശരിയല്ല, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാലോ എന്ന് രേവതി പറയുമ്പോ, വേണ്ട രേവതി, എല്ലാവരുടെയും കണ്ണ് നിന്റെ മേൽ തന്നെ ആയിരിക്കും. ഇത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നേ. ഇത് നീ പുറത്തു കൊണ്ടുപോയി കഴിച്ചാലേ അവരതെല്ലാം തിന്നു തീർക്കും. എന്നാ നീ വീട് പണി ചെയ്യുമ്പോ ഷെയർ ചെയ്യാൻ ആരും വരാറില്ലല്ലോ. എന്നാ ഭക്ഷണത്തിന്റെ കാര്യത്തില് ഷെയർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. നീയാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് ഇതെല്ലാം എടുത്തു കൊടുക്കും. നീ ഇത് പിടിക്ക്, ഞാൻ പോയി പ്ലേറ്റ് എടുത്തോണ്ട് വരാം എന്നു പറഞ്ഞ് സച്ചി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ശേഷം പ്ലേറ്റ് കൊണ്ടുവന്ന് രേവതിക്ക് വിളമ്പി കൊടുക്കുവാണ് സച്ചി. നിങ്ങൾക്ക് ചിക്കൻ തന്തൂരി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ വീട്ടിലുണ്ടാക്കി തരില്ലേ എന്ന് രേവതി പറയുമ്പോ, പണികളെല്ലാം ചെയ്തു തീർത്തിട്ട് നിനക്ക് മതിയായില്ലേ രേവതി? ഇനി ഞാൻ കൂടി നിനക്ക് പണി തരണോ? ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതൊന്നുമല്ല, നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങിയത്. പിന്നെ നീ എടുത്ത് കഴിക്കാൻ നോക്ക്, ഇത് പുതിന ചട്നിയാണ്, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അതൊക്കെ കഴിപ്പിക്കുവാണ് സച്ചി.
എന്തിനാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ചിക്കൻ ഇരിക്കുന്നത് കണ്ടില്ലേ? അതെടുത്ത് കഴിക്ക് രേവതി എന്ന് സച്ചി പറയുമ്പോ, അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ, അതെന്തിനാ സച്ചിയേട്ടാ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഭാര്യയെ പിന്നെ ഭാര്യ എന്ന് പറയാതെ തുണിക്കടയിലെ ബൊമ്മയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, നീ എന്റെ ഭാര്യ തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ് സച്ചി. അല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ അത് തന്നെ വീണ്ടും വീണ്ടും അവരോടൊക്കെ പറഞ്ഞ അവരൊക്കെ എന്ത് വിചാരിക്കും? ദൃഷ്ടിദോഷം വരില്ലേ എന്ന് രേവതി ചോദിക്കുവാണ്. ദൃഷ്ടിദോഷം വന്നാലേ അമ്പലത്തിൽ പോയി വലം വയ്ക്കാം. നീ ഇത് കഴിക്കാൻ നോക്ക്, നന്നായിട്ടുണ്ടോ? ഇതിന്ന് അത് തൊട്ട് കഴിക്ക് രേവതി. ഒരു പീസ് മാത്രം കഴിക്കാനാണോ ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞ് രേവതിയെ തീറ്റിക്കുവാണ് സച്ചി. ഇനി നിങ്ങൾ എടുക്ക് എന്ന് രേവതി പറയുമ്പോ, എന്റെ വയറൊക്കെ നിറഞ്ഞു. ഇത് മൊത്തം റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്ത നിനക്ക് കഴിക്കാൻ വേണ്ടിയാണ്. നിന്റെ ശരീരത്തിനാണ് നല്ല ഭക്ഷണം ആവശ്യമുള്ളത്. നീ നന്നായിട്ട് കഴിക്ക് രേവതി. നീ ഇന്നലെ ജോലി ചെയ്ത് രാത്രി കരയുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. നീ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ ഞാനെങ്കിലും അത് നോക്കാതിരിക്കാൻ പറ്റുമോ? ഇനി ആഴ്ചയിൽ 2-3 തവണ കരിമീനും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ഞാൻ എന്നൊക്കെ സച്ചി പറയുമ്പോ, എനിക്ക് വേണ്ടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എനിക്ക് മതിയെന്ന് പറയുവാണ് രേവതി. അടിച്ചു നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങിച്ചത്. നീ ഇത് ഫുള്ള് കഴിച്ചേ പറ്റൂ. നീ എൻജോയ് ചെയ്യ് രേവതി. ഇത് ഫുള്ള് തീർത്തിട്ടേ നീ ഇവിടുന്ന് പോവൂ. അതിനുശേഷം ഉപ്പും മുളകും എടുത്തോണ്ട് വരണം. നിന്നെ ചുറ്റി ഒയ്യാനുണ്ട്. ഈ വീട്ടിലെ എല്ലാരും നിന്നെ കണ്ണു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണ് ഈ കവറിനകത്ത് തന്നെയായിരുന്നു എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുവാണ്. അടുത്ത ദിവസം സച്ചിയും രേവതിയും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മറ്റുള്ളവരുടെ ഭാവി പറയുന്ന ഒരാള് അങ്ങോട്ട് വരുവാണ്. സച്ചിയെ നോക്കി അയാള്, നീ വളരെ നല്ലവനാണ്. നിങ്ങളുടെ ജീവിതം ഇനി നന്നാവാൻ പോവാണ് മോനെ. നീ വെറും മൊരടനാണെന്ന് ആൾക്കാര് പറഞ്ഞാലും നീ ഭാര്യയുടെ മുന്നില് വെറും കുട്ടി തന്നെയാണ്. നിന്റെ മനസ്സ് അത്രയ്ക്ക് ശുദ്ധമാണ്. നിന്നെ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും നിന്റെ ഭാര്യ നിന്നെ വിശ്വസിക്കും. അവൾക്കറിയാം നിന്റെ മനസ്സൊക്കെ എന്നൊക്കെ അയാൾ പറഞ്ഞത് കേട്ട് സച്ചി കാശെടുത്ത് അയാൾക്ക് കൊടുക്കുവാണ്. ഇതുവരെ ആരും എന്നെ നല്ലവൻ എന്ന് പറഞ്ഞിട്ടില്ല. ദേഷ്യക്കാരൻ കുടിയൻ എന്നൊക്കെയാ വിളിച്ചത്. നിങ്ങൾ മാത്രമാണ് നല്ലവൻ എന്ന് പറഞ്ഞ്. ഇത് പിടിക്കുകയെന്ന് പറഞ്ഞ് സച്ചി 50 രൂപ കൊടുക്കുവാണ്. രേവതിയെ നോക്കി അയാള്, നീ ഭാര്യയല്ലേ? എന്നാ നിന്റെ വായ കൊണ്ട് തന്നെയാണ് നിനക്ക് പ്രശ്നം വരുന്നത്. അങ്ങനെ രേവതിയെ നോക്കി പറയുന്നത് കേട്ട് സച്ചി അവളെ കളിയാക്കി ചിരിക്കുവാണ്. അതെ അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സ്വാമി എന്നു പറഞ്ഞ് സച്ചി ചിരിക്കുമ്പോ, മോളെ കുറച്ചു നാളത്തേക്ക് നിന്റെ വായ ഒന്ന് അടക്കി വെക്കാൻ നോക്ക്. ഇല്ലെങ്കില് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും വന്നു ചേരും. അങ്ങനെ അയാൾ പറയുകയാണ്. രേവതി നല്ല ദേഷ്യത്തിൽ നിൽക്കുമ്പോ, നിങ്ങള് ഭയങ്കരമായ ആള് തന്നെ, എല്ലാം കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. അവളുടെ വായ തന്നെയാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം. നിങ്ങൾ ജ്ഞാനിയെ പോലെയാ സംസാരിച്ചത്. ഞാൻ തന്ന 50 ഇങ്ങതാ, എന്നിട്ട് ഈ 100 പിടിക്ക് എന്ന് പറഞ്ഞ സച്ചി അയാൾക്ക് വീണ്ടും കാശെടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിണ്ടാതെ സവാരിക്ക് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുമ്പോ സച്ചി അവളോടും ദേഷ്യപ്പെടുകയാണ്. അത് കണ്ട അയാള്, സഹോദര നീ നല്ലവനൊക്കെ തന്നെ, എന്നാ മൂക്കിനുമേൽ വരുന്ന ഈ കോപമുണ്ടല്ലോ, അത് നിന്നെ നാശത്തിലേക്കാ എത്തിക്കാൻ പോകുന്നേ. അതെ, കറക്റ്റ് ആണ് പറഞ്ഞത്. ദേഷ്യം ഇയാൾക്ക് മൂക്കിലും നാവിൻ തുമ്പത്തൊക്കെ വരും. വായി തോന്നിയതാ സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് രേവതിയും സച്ചിയെ കളിയാക്കുന്നുണ്ട്. എന്നെ നിങ്ങള് ദേഷ്യക്കാരൻ എന്ന് പറഞ്ഞില്ലേ, ആ 100 ഇങ്ങതാ, നിങ്ങൾക്ക് 50 മതി എന്ന് പറഞ്ഞ് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കുവാണ് സച്ചി. അത് കണ്ട് സച്ചിയെ നോക്കി രേവതി ചിരിക്കുവാണ്. പിന്നീട് രേവതിക്ക് അച്ഛമ്മയുടെ കോൾ വരുന്നുണ്ട്. ഒരു ഫോൺ പോലും എടുക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ മോളെ. ഈ കിളവിയെ മോള് മറന്നോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോ, ഞാൻ അങ്ങനെ മറക്കും അച്ഛമ്മേ, സോറി, ഞാൻ കോൾ ചെയ്യാനിരുന്നതാ, പക്ഷേ ജോലി ഉണ്ടായിരുന്നു എന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം ആ ചന്ദ്രമതി നിന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുവാന്ന്. നിന്നെ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ജോലിയൊന്നും ചെയ്യണ്ടാന്ന്. പിന്നെ അവിടെ ശ്രീകാന്തില്ലേ, അവന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കുട്ടിയാണ്, ജോലിയൊക്കെയുണ്ട്. പിന്നെ ആ പെണ്ണിന്റെ അമ്മയും കൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ഇവിടേക്ക് വരുവാണ്. അങ്ങനെ അച്ഛമ്മ പറഞ്ഞത് കേട്ട് രേവതിയാകെ വല്ലാതാവുകയാണ്. അത് വേണ്ട അച്ഛമ്മേ, ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് രേവതി പറയുമ്പോ, എന്ത്, എന്നോടൊരു വാക്ക് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ? സച്ചി പോലും എന്നെ വിളിച്ചില്ലല്ലോ. എല്ലാരും എന്നെ മറന്നു. എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കാണാൻ എനിക്ക് ആശയുണ്ടാവില്ലേ എന്നു പറഞ്ഞ് അച്ഛമ്മ പൊട്ടി കരയുവാണ്. ആ ചന്ദ്രമതി ആയിരിക്കും പെൺകുട്ടിയെ കണ്ടെത്തിയത്. അങ്ങനെ അച്ഛമ്മ ചോദിക്കുമ്പോ, അല്ല അച്ഛമ്മേ എന്നു പറഞ്ഞ് സംഭവിച്ചതൊക്കെ അച്ഛമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് രേവതി. എന്റെ മകന് ഓപ്പറേഷൻ കഴിഞ്ഞെന്നോ എന്നോടൊരു വാക്കാരും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്
എന്നു പറഞ്ഞ് അച്ഛമ്മ അങ്ങോട്ട് പുറപ്പെടുവാണ്. അയ്യോ, ഇപ്പൊ പറഞ്ഞതൊക്കെ പ്രശ്നമായോ? ആ സ്വാമി ഇപ്പൊ പറഞ്ഞതേയുള്ളൂ എന്റെ വായാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഇനി ഈ വീട്ടില് എന്തൊക്കെ പുകിലാ നടക്കാൻ പോകുന്നേ എന്നാലോചിച്ച് നിൽക്കുവാണ് രേവതി. അതേസമയം എടി രേവതി, എത്ര നേരമായി? ഒരു കോഫി ചോദിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുവരുന്നുണ്ടോ എന്നു പറഞ്ഞ് കൽപ്പിക്കുവാണ് ചന്ദ്രമതി. ചന്ദ്രമതി TV കണ്ടുകൊണ്ടിരിക്കുമ്പോ അച്ഛമ്മ അങ്ങോട്ട് കയറി വരുവാണ്. അമ്മ നിങ്ങളെപ്പോഴാ വന്നേ? എന്താ പെട്ടെന്ന്? അകത്തേക്ക് വാ എന്ന് ചന്ദ്ര വിളിക്കുവാണ്. എടി ദുഷ്ടേ, ഞാൻ ചത്തുപോയെന്ന് നീ കരുതിയോ? എടി, നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നേ? നിന്നെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്ന് കരുതി അവൻ മൊത്തമായിട്ട് നിനക്ക് സ്വന്തം ആവില്ല. അവൻ എന്തു പറ്റി? എന്നോടൊന്നും പറയില്ലേ നീ എന്നു പറഞ്ഞ് ചന്ദ്രമതിയോട് തട്ടിക്കയറുവാണ് മുത്തശ്ശി. എന്താ അമ്മ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആദ്യം അകത്തേക്ക് വാ എന്ന് ചന്ദ്ര പറയുമ്പോ, അതെ അതെ, നിനക്കൊന്നും മനസ്സിലാവില്ല. ഈ വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നിട്ടൊരു വാക്ക് നീ എന്നോട് പറഞ്ഞോ? ഒരു നല്ല മരുമകളായി നടക്കാൻ നിനക്കറിയില്ലടി എന്ന് ചോദിച്ച് ചന്ദ്രയ്ക്ക് നേരെ വരുവാണ് അച്ഛമ്മ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ വന്നയുടൻ എന്നോട് വഴക്കു പറയുന്നേ? അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ, ദേഷ്യപ്പെടാതെ പിന്നെ നിന്നെ എന്താടി ചെയ്യേണ്ടത്? എല്ലാം നീ ഒറ്റ ഒരുത്തിയാ മറച്ചു വെച്ചത്. എന്റെ മോനെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവൻ വയ്യാതെ ഇരിക്കുമായിരുന്നില്ലേ? നിനക്ക് എന്തിന്റെ സുഖക്കേടാടി ഉണ്ടായിരുന്നത് എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ല അമ്മേ, അദ്ദേഹം പറഞ്ഞോണ്ട് മാത്രാണ് ഞാനൊന്നും പറയാതിരുന്നേ എന്ന് ചന്ദ്ര പറയുമ്പോ, അതെ അതെ, അങ്ങനെ ഭർത്താവിന്റെ വാക്ക് കേട്ട് നടക്കുന്ന നല്ല ഭാര്യ തന്നെയാണല്ലോ നീ. എന്റെ മോനെ മര്യാദയില്ലാതെ നടത്തി, പറയാൻ പാടില്ലാത്തതൊക്കെ അവന് പറഞ്ഞുകൊടുത്ത് അവന് നെഞ്ചുവേദന വരുത്തിയത് നീ ഒറ്റൊരുത്തിയാടി. അങ്ങനെ അച്ഛമ്മ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അയ്യോ എന്താ അമ്മേ നിങ്ങൾ ഇങ്ങനെ? ഞാൻ എന്തിനങ്ങനെ ചെയ്യണം എന്ന് ചന്ദ്ര പറയുമ്പോ, നിന്നെ കൊണ്ട് തന്നെയാടി എന്റെ മോന്റെ നില ഇങ്ങനെയായത്. നിന്നെ തേടി കണ്ടുപിടിച്ച് അവനെ കൊണ്ട് കെട്ടിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ എന്നു പറഞ്ഞ് അച്ഛമ്മ അകത്തേക്ക് കയറി വരുവാണ്. അതൊക്കെ കേട്ട് ആകെ വല്ലാതായി നിൽക്കുവാണ് ചന്ദ്രമതി.